ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി ഇറങ്ങിയിട്ടിപ്പോൾ കുറച്ച് നാളുകളെ ആയുള്ളൂ. ലോകം മുഴുവൻ വരവേറ്റൊരു സിനിമയായിരുന്നു അത്. പക്ഷേ ഹോളിവുഡിൽ ഒരുപാട് തവണ പ്രമേയമാക്കിയ കഥയാണ് ഈ ഒഡീസിയുടേത്. എന്നിട്ടും ഈ ചിത്രം ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കാൻ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ലോകത്ത് പൂർണ്ണമായും ഐമാക്സ് ക്യാമറയിൽ ചിത്രീകരിച്ച ആദ്യത്തെ സിനിമയാണ് ഈ ഒഡീസി. എന്തുകൊണ്ടാണ് ഈ ഐമാക്സ് ക്യാമറകൾക്ക് ഇത്രയും ജനപ്രീതി? എന്തുകൊണ്ടാണ് ഈ ക്രിസ്റ്റഫർ നോളനെ പോലെയുള്ള ലോകോത്തര സംവിധായകർ ഈ ഐമാക്സ് ക്യാമറയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്? ഇന്ന് നമ്മൾ നോക്കുന്നത് അതാണ്. ദി ക്യൂരിയസ് സ്റ്റോറി ഓഫ് ഐമാക്സ് ക്യാമറ. വെൽക്കം ടു ക്യൂരിയസ് സ്റ്റോറി. വർഷം 1967 കാനഡയിലെ മോൺട്രിയൽ നഗരത്തിൽ ലോകപ്രശസ്തമായ എക്സ്പോ 67 നടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിദ്യകളും കലകളും പ്രദർശിപ്പിക്കുന്ന വലിയൊരു മേളയായിരുന്നു അത്. അന്ന് അവിടെ എത്തിയ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ചില സിനിമാ പ്രദർശനങ്ങളായിരുന്നു. അതായത് ഒരൊറ്റ സ്ക്രീനിലേക്ക് ഒന്നിൽ കൂടുതൽ പ്രൊജക്ടറുകൾ ഉപയോഗിച്ച് ഒരേ സമയം ചിത്രം പ്രദർശിപ്പിക്കുന്ന രീതി. സിനേരമ എന്നും മൾട്ടി സ്ക്രീൻ സിനിമ എന്നുമായിരുന്നു ഇതിനെ വിളിച്ചിരുന്നത്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം അവരുടെ കണ്ണ് കാണുന്നത്രയും വീതിയിൽ സിനിമ ചുറ്റും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ സാങ്കേതിക വിദ്യക്ക് പിന്നിൽ പ്രവർത്തിച്ച ചലച്ചിത്ര പ്രവർത്തകർക്ക് അത് വലിയൊരു തലവേദനയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 ക്യാമറകൾ ഒരുമിച്ച് വെച്ച് വേണം ഒരു സമയം ഷൂട്ട് ചെയ്യാൻ. പിന്നെ ആ 3 ഫിലിമുകളും 3 പ്രൊജക്ടറുകളിലൂടെ തിയേറ്ററിൽ ഒരേ സമയത്തിൽ കൃത്യമായി പ്ലേ ചെയ്യണം. ഒരു പ്രൊജക്ടറിന്റെ വേഗത ഒരല്പം കുറഞ്ഞാൽ സ്ക്രീനിലെ ചിത്രം വലിഞ്ഞു കീറും, പ്രദർശനം തന്നെ താറുമാറാകും. ഈ പ്രക്രിയ സാങ്കേതികമായി വളരെ സങ്കീർണവും ഭീമമായ ചിലവുള്ളതുമായിരുന്നു. ആ എക്സ്പോ 67 വെച്ചാണ് കാനഡക്കാരായ 3 യുവ ചലച്ചിത്ര പ്രവർത്തകർ ഈ ഒരു നിർണായകപരമായ ചോദ്യം സ്വയം ചോദിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇത്രയും പ്രൊജക്ടറും ക്യാമറയും ഉപയോഗിച്ച് കഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ട് നമുക്ക് ഒന്നിലധികം ക്യാമറകൾക്ക് പകരം ഒരൊറ്റ ക്യാമറയും ഒരൊറ്റ ഫിലിം ഉപയോഗിച്ച് ഒരു കൂറ്റൻ ദൃശ്യം പകർത്തിക്കൂടാ? ഇത്രയും വൈൽഡ് ആയിട്ടൊരു ചിന്താഗതി ഉണ്ടായ 3 വ്യക്തികൾ ആരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രെയിം ഫെർഗൂസൺ, റോമൻ ക്രോയ്റ്റർ, പിന്നെ റോബർട്ട് കെർ എന്നിവരായിരുന്നു. ആ ചിന്തയിൽ നിന്നാണ് ഈ മൾട്ടി സ്ക്രീൻ കോർപ്പറേഷൻ എന്ന കമ്പനി ജന്മമെടുക്കുന്നത്. ആ കമ്പനിയാണ് പിന്നീട് ലോകമറിയുന്ന ഐമാക്സ് കോർപ്പറേഷനായി രൂപാന്തരപ്പെട്ടത്. മാക്സിമം ഇമേജ് എന്ന വാക്കുകളിൽ നിന്നാണ് ഐമാക്സ് എന്ന പേര് രൂപം കൊണ്ടത്. പക്ഷെ പറയുന്നത് പോലെ എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. ഒരൊറ്റ ഫിലിമിൽ കൂറ്റൻ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഏറ്റവും വലിയ വില്ലനായി മുന്നിലെത്തിയത് അന്നത്തെ ഫിലിമുകളുടെ വലിപ്പമായിരുന്നു. അന്നൊരു സാധാരണ സിനിമ ഷൂട്ട് ചെയ്തിരുന്നത് 35 മില്ലിമീറ്റർ ഫിലിമുകളിലായിരുന്നു. എന്നാൽ ഈ 35 മില്ലിമീറ്റർ ഫിലിമിലെ ചിത്രം വലിയ സ്ക്രീനിലേക്ക് വികസിപ്പിച്ച് പ്രൊജക്ട് ചെയ്യുമ്പോൾ ചിത്രത്തിന്റെ തെളിവ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. ചിത്രം മങ്ങുകയും ഗ്രെയിൻസ് അഥവാ ഈ പുള്ളികൾ കൊണ്ട് നിറയുകയും ചെയ്യും. അതുകൊണ്ട് അവർ കൂടുതൽ വലിപ്പമുള്ള 70 മില്ലിമീറ്റർ ഫിലിം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു സാധാരണ 70 mm ഫിലിം പോലും അവർ സ്വപ്നം കണ്ട ഭീമാകാരമായ തിയേറ്റർ സ്ക്രീനുകൾക്ക് തികയുമായിരുന്നില്ല. അവിടെയാണ് അവരുടെ ടീമിലേക്ക് ഒരു പ്രതിഭാശാലിയായ എഞ്ചിനീയർ കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ പേര് വില്യം ഷാ എന്നായിരുന്നു. വില്യം ഷായും സംഘവും ചിന്തിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിമിന്റെ വലിപ്പം മാത്രം കൂട്ടിയാൽ പോരാ, അത് ക്യാമറയിലൂടെയും പ്രൊജക്ടറിലൂടെയും കടന്നു പോകുന്ന രീതി തന്നെ മാറ്റണം. അങ്ങനെയാണ് സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്ന് പിറവിയെടുക്കുന്നത്. 15:17 ഫിലിം ഫോർമാറ്റ്. അതായത് സാധാരണ സിനിമാ ക്യാമറകളിൽ ഫിലിം മുകളിൽ നിന്ന് താഴേക്ക്, അതായത് കുത്തനെയാണ് ചലിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫ്രെയിമിൽ വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ ക്യാമറയ്ക്ക് ലഭിക്കൂ. എന്നാൽ വില്യം ഷായും ടീമും ഇതിനൊരു പുതിയ വഴി കണ്ടെത്തി. അതായത് അവർ ആ ഫിലിമിനെ കുത്തനെ അല്ലാതെ കിടത്തിക്കൊണ്ട്, അതായത് തിരച്ചീനമായി ക്യാമറയിലൂടെ കടത്തിവിട്ടു. ഇതൊരൊറ്റ ഫ്രെയിമിന്റെ വലിപ്പം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. സാധാരണ ഒരു 70 mm ഫിലിമിൽ ഒരു ഫ്രെയിമിന് 5 പെർഫറേഷനുകൾ, അതായത് ഈ ഫിലിമിലെ വശങ്ങളിലെ ദ്വാരങ്ങളുണ്ടല്ലോ, അത് വെറും 5 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഐമാക്സ് ഫോർമാറ്റിലേക്ക് വരുമ്പോൾ അത് 15 ദ്വാരങ്ങളായി മാറും. അതായത് ഒരു സാധാരണ 35 mm ഫിലിം ഫ്രെയിമിനേക്കാൾ 10 മടങ്ങ് വലിയ ദൃശ്യപരിധി. ഇത്രയും വലിയൊരു ഫിലിം ഏരിയയിൽ ചിത്രം പകർത്തുമ്പോൾ ലഭിക്കുന്ന ക്ലാരിറ്റി എന്ന് പറയുന്നത് അവിശ്വസനീയമായിരുന്നു. പക്ഷെ ഇവിടെ വേറൊരു വലിയൊരു സാങ്കേതിക തടസ്സം വന്നു. ഇത്രയും വലിയൊരു ഫിലിം സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ എന്ന വേഗതയിൽ ക്യാമറയിലൂടെയും പ്രൊജക്ടറിലൂടെയും പായുമ്പോൾ ഫിലിം കീറിപ്പോകാനോ അല്ലെങ്കിൽ ക്യാമറയ്ക്കുള്ളിൽ വെച്ച് ചൂടായി ഉരുകിപ്പോകാനോ ഉള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. കാരണം ഈ ഫിലിമിന്റെ ഭാരവും വേഗതയും അത്രയും അധികമായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് റൊണാൾഡ് ജോൺസ് എന്ന ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞന്റെ റോളിംഗ് ലൂപ്പ് എന്ന സാങ്കേതിക വിദ്യ ഉടലെടുത്തത്. ഇതാണ് പിന്നീട് വില്യം ഷാ ഐമാക്സ് ക്യാമറകളിൽ പ്രയോജനപ്പെടുത്തിയത്. ഇനി എന്താണ് ഈ റോളിംഗ് ലൂപ്പ് എന്ന് നോക്കാം. ഫിലിമിനെ വലിച്ച് ഒറ്റയടിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഒരു തരംഗ രൂപത്തിൽ, അതായത് ഒരു വേവ് ലൈക്ക് മോഷനിൽ ഒരു ലൂപ്പ് പോലെ ഫിലിമിനെ മൃദുവായി മുന്നോട്ട് തള്ളുന്ന ഒരു രീതിയാണ്. ഇതോടൊപ്പം ഫിലിം ക്യാമറയുടെ ലെൻസിങ്ങിന് മുന്നിൽ എത്തുമ്പോൾ ഇത് അല്പം പോലും ഇളകാതെ പൂർണ്ണമായും പരന്നിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വാക്യൂം സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഫിലിമിന്റെ പുറകിൽ നിന്ന് വാക്യൂം ഉപയോഗിച്ച് വലിച്ചു നിർത്തി തികച്ചും ഫ്ലാറ്റ് ആക്കുന്നു. അതോടെ ലെൻസിൽ വീഴുന്ന വെളിച്ചം ഫിലിമിന്റെ എല്ലാ കോണുകളിലേക്കും ഒരേ കൃത്യതയോടെ പതിക്കും. ഈ എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന്റെ ഫലമായി ലോകത്തിലെ ആദ്യത്തെ ഐമാക്സ് 3D 2D ക്യാമറ സിസ്റ്റം അങ്ങനെ തയ്യാറായി. ഇനി അടുത്തത് വർഷം 1970.
ജപ്പാനിലെ ഒസാക്കയിൽ നടന്ന അടുത്ത ഗ്ലോബൽ എക്സ്പോ ലോകം ആദ്യമായി ആ കാഴ്ച കണ്ടു. ഐമാക്സ് ക്യാമറയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ അതാണ് ടൈഗർ ചൈൽഡ്. ഫിജി ഗ്രൂപ്പിന് വേണ്ടി നിർമ്മിച്ച ഈ ചിത്രം കൂറ്റൻ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ പ്രേക്ഷകർ ശരിക്കും ഞെട്ടിപ്പോയി. തങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വ്യക്തതയുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. അന്ന് അവരൊരു സിനിമ കാണുകയല്ലായിരുന്നു, തങ്ങൾ ആ സിനിമയ്ക്കുള്ളിൽ ജീവിക്കുകയാണെന്ന് ആ പ്രേക്ഷകർക്ക് തോന്നിപ്പോയി. ഐമാക്സ് എന്ന വിപ്ലവം ഇവിടെ ഔദ്യോഗികമായി ആരംഭിക്കുകയായിരുന്നു. ഇനി 1971 കാനഡയിലെ ടൊറന്റോയിൽ ഓൺടാരിയോ പ്ലേസ് എന്ന സ്ഥലത്ത് ലോകത്തിലെ ആദ്യത്തെ സ്ഥിരം ഐമാക്സ് തിയേറ്റർ സ്ഥാപിക്കപ്പെട്ടു. പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യം ഉയർന്നു വന്നു. ഐമാക്സ് ക്യാമറ ഇത്രയും ഗംഭീരമാണെങ്കിൽ എന്തുകൊണ്ട് അന്നത്തെ ഹോളിവുഡ് സംവിധായകർ ഈ ക്യാമറ ഉപയോഗിച്ച് സിനിമകൾ ഷൂട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് അത് ബിഗ് സ്ക്രീൻ ഹോളിവുഡ് പടങ്ങളിലേക്ക് പെട്ടെന്ന് കണ്ടില്ല? അതിന് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യകാലത്തുള്ള ഐമാക്സ് ക്യാമറ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ആചാര ബാഹു തന്നെയായിരുന്നു. അതായത് ആ ക്യാമറകളുടെ വലിപ്പവും ഭാരവും ഒക്കെ അധികമായിരുന്നു. ഫിലിം റീലുകളും ലെൻസുകളും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഐമാക്സ് ക്യാമറയുടെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 45 കിലോഗ്രാമിൽ അധികമായിരുന്നു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 45 കിലോഗ്രാം ഭാരമുള്ള ഒരു ക്യാമറ തോളിൽ വെച്ച് ഏതെങ്കിലും ഒരു ക്യാമറാമാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധായകന് വേഗത്തിൽ ഓടിയിടന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നമാണ് ശബ്ദം എന്ന് പറയുന്നത്. അതായത് ഇത്രയും വലിയ 70mm ഫിലിം സെക്കൻഡിൽ ഭ്രാന്തമായ വേഗതയിൽ കറങ്ങുമ്പോൾ ക്യാമറയ്ക്കുള്ളിൽ നിന്നൊരു മിക്സി പ്രവർത്തിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയുള്ള ഭീമാകാരമായ ശബ്ദം പുറത്തു വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിനേതാക്കൾ സംസാരിക്കുന്ന ക്ലോസപ്പ് രംഗങ്ങളോ ഡയലോഗ് രംഗങ്ങളോ ഈ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. കാരണം ക്യാമറയുടെ ശബ്ദമാണ് കാരണം. നടന്മാരുടെ ശബ്ദം ഒരിക്കലും അവരുടെ മൈക്കിൽ പതിയില്ല. ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ പരിമിതി ഫിലിമിന്റെ ദൈർഘ്യമാണ്. അതായത് ഐമാക്സിന്റെ ഒരു കൂറ്റൻ ഫിലിം റോൾ ക്യാമറയിൽ ലോഡ് ചെയ്താൽ പരമാവധി 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് വരെ മാത്രമേ തുടർച്ചയായി ഷൂട്ട് ചെയ്യാൻ പറ്റൂ. 4 മിനിറ്റ് കഴിയുമ്പോൾ ആ ഷൂട്ടിംഗ് നിർത്തണം. പിന്നെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി അടുത്ത വലിയ ഫിലിം റോൾ ക്യാമറയിൽ മാറ്റി വെക്കണം. ഇതിന് തന്നെ വലിയ സമയമെടുക്കും. ഇത്രയൊക്കെ പരിമിതികൾ ഉള്ളതുകൊണ്ട് 1970-കൾ മുതൽ 1990-കളുടെ അവസാനം വരെ ഐമാക്സ് ക്യാമറകൾ ഹോളിവുഡിന്റെ മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. പക്ഷെ അവർ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഹോളിവുഡ് വാതിലടച്ചപ്പോൾ ഐമാക്സ് ക്യാമറകൾ മറ്റൊരു വഴി കണ്ടെത്തി. സയൻസ് ആൻഡ് നാച്ചുറൽ ഡോക്യുമെന്ററീസ്, അതായത് ഈ മ്യൂസിയങ്ങളിലും സയൻസ് സെന്ററുകളും പ്രദർശിപ്പിക്കുന്ന അതിശയകരമായ ഡോക്യുമെന്ററികൾ ഷൂട്ട് ചെയ്യാൻ. അവർ ഇത്തരം ഡോക്യുമെന്ററികൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഐമാക്സ് ക്യാമറകൾ വ്യാപകമായി വാടകയ്ക്ക് കൊടുത്തു. പ്രകൃതിയുടെ ശാന്തത, സമുദ്രത്തിന്റെ ആഴങ്ങൾ, പിന്നെ വന്യജീവികളുടെ ജീവിതം, ഇതെല്ലാം ഐമാക്സ് ക്യാമറ പകർത്തി. ഈ കാലഘട്ടത്തിലാണ് നാസയുമായി സഹകരിച്ച് ഐമാക്സ് ഒരു ചരിത്രപരമായ നീക്കം നടത്തിയത്. അവർ ശാസ്ത്രജ്ഞനെയും ബഹിരാകാശ സഞ്ചാരികളെയും ഐമാക്സ് ക്യാമറ പ്രവർത്തിപ്പിക്കാൻ പരിശീലനം നൽകി. അങ്ങനെ ബഹിരാകാശ പേടകങ്ങളിലും സ്പേസ് ഷട്ടിലുകളിലും ഐമാക്സ് ക്യാമറകൾ യാത്രയായി. ദി ഡ്രീം ഈസ് അലൈവ്, ഹബിൾ 3D തുടങ്ങിയ വിഖ്യാത ഡോക്യുമെന്ററി ബഹിരാകാശത്ത് വെച്ച് യഥാർത്ഥ ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ്. അതായത് ഭൂമിയെയും പ്രപഞ്ചത്തെയും മനുഷ്യർ ഇതുവരെ കാണാത്ത അതിശയകരമായ ദൃശ്യ മനോഹാരിതയോടെ ഐമാക്സ് ക്യാമറകൾ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ പതുക്കെ കാലം മുന്നോട്ട് നീങ്ങി. 2000-കളുടെ തുടക്കം. ഡോക്യുമെന്ററികളിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ സാങ്കേതിക വിദ്യയെ മെയിൻ സ്ട്രീം ഹോളിവുഡ് സിനിമകളിലേക്ക് പറിച്ചു നടാൻ ധൈര്യം കാണിച്ച ഒരൊറ്റ വ്യക്തിയെ ലോകത്തുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഊഹിച്ചത് ശരി തന്നെയാണ്. ഇന്ന് ലോക സിനിമയിലെ ഏറ്റവും വലിയ സിനിമാറ്റിക്കും ദാർശനികനുമായ ക്രിസ്റ്റഫർ നോളൻ ആയിരുന്നു അത്. സിനിമാറ്റോഗ്രാഫറായ വാലി പഫിസ്റ്റുമായി നോളൻ ഒരു കാര്യം അങ്ങ് ഉറപ്പിച്ചു: സിനിമ തിയേറ്ററിൽ കാണേണ്ട ഒന്നാണ്. അതിന് പ്രേക്ഷകന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച അനുഭവം ഐമാക്സ് 70mm ഫിലിം ക്യാമറ മാത്രമാണ്. 2008-ൽ പുറത്തിറങ്ങിയ ലോക സിനിമയിൽ തന്നെ എക്കാലത്തെയും മികച്ച മാസ്റ്റർ പീസ് ചിത്രമായ ദ ഡാർക്ക് നൈറ്റ് എന്ന ചിത്രത്തിലൂടെ സിനിമാ ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു. ഒരു സാധാരണ ഹോളിവുഡ് ഫീച്ചർ സിനിമയിൽ ആദ്യമായി 70mm ഫിലിം ക്യാമറകൾ ഉപയോഗിച്ചു. ആ സിനിമയുടെ തുടക്കത്തിലെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ബാങ്ക് റോബറി രംഗം ഓർമ്മയില്ലേ? ആ ജോക്കറിന്റെ ആ ഒരു എൻട്രി, ആ രംഗം മുഴുവൻ ചിത്രീകരിച്ചത് ഈ ഐമാക്സ് ക്യാമറയിലാണ്. ഷൂട്ടിങ്ങിനിടയിൽ ക്യാമറ കൈകാര്യം ചെയ്യുക എന്നത് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. ചിക്കാഗോയിലെ തെരുവുകളിൽ ഹെലികോപ്റ്ററുകളിലും കൂറ്റൻ ക്രെയിനുകളിലും ആ ഭാരമേറിയ ക്യാമറകൾ കെട്ടിവെച്ചിട്ടാണ് അവർ സത്യത്തിൽ അത് ഷൂട്ട് ചെയ്തത്. ഷൂട്ടിങ്ങിനിടയിൽ വില കൂടിയ ഒരു ഐമാക്സ് ക്യാമറ തകർന്നു പോകുക പോലും ഉണ്ടായി. പക്ഷെ തിയേറ്ററിൽ സിനിമ റിലീസായപ്പോൾ ലോകം തരിച്ചിരുന്നു പോയി. സാധാരണ തിയേറ്റർ സ്ക്രീനിൽ നിന്ന് പെട്ടെന്ന് സ്ക്രീൻ മുകളിലേക്കും താഴേക്കും വികസിക്കുകയും ഐമാക്സിന്റെ പൂർണ്ണമായ ദൃശ്യ സൗന്ദര്യത്തിലേക്ക് ദൃശ്യങ്ങൾ മാറുകയും ചെയ്തപ്പോൾ പ്രേക്ഷകർ തിയേറ്റർ സീറ്റുകളിൽ ഇരുന്ന് അത്ഭുതപ്പെട്ടു. ദി ഡാർക്ക് നൈറ്റ് സിനിമയുടെ വിജയം ഹോളിവുഡിന്റെ കണ്ണു തുറപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് ഒരു പ്രവാഹമായിരുന്നു. മൈക്കിൾ ബേ, ബ്രാഡ് ബേർഡ്, സാക് സ്നൈഡർ, ജെ എബ്രഹാംസ് തുടങ്ങിയ വമ്പൻ സംവിധായകർ തങ്ങളുടെ വലിയ സിനിമകളിലെ ആക്ഷൻ രംഗങ്ങൾ ഐമാക്സ് ഫിലിം ക്യാമറകളിൽ ഷൂട്ട് ചെയ്യാൻ ക്യൂ നിന്നു. ക്രിസ്റ്റഫർ നോളൻ തന്റെ അടുത്ത സിനിമകളായ ഇന്റർസ്റ്റെല്ലാർ, ഡൺകിർക്ക്, ടെനറ്റ് എന്നിവയിലെല്ലാം ഐമാക്സ് ക്യാമറകളുടെ ഉപയോഗം കൂട്ടിക്കൊണ്ടിരുന്നു. ഡൺകിർക്ക് സിനിമയുടെ 70% ഭാഗങ്ങളും ഷൂട്ട് ചെയ്തത് ഈ ഐമാക്സ് ക്യാമറകളിലായിരുന്നു. 2010ഓടെ ലോകം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഫിലിം റീലുകൾക്ക് പകരം മെമ്മറി കാർഡുകളും ഡിജിറ്റൽ സെൻസറുകളും സിനിമാ രംഗം ഭരിക്കാൻ തുടങ്ങി. ഇവിടെ ഐമാക്സിന് ഒരു വലിയ മാറ്റത്തിന് തയ്യാറാകണമായിരുന്നു. ഫിലിം ക്യാമറകളുടെ ഭാരവും ഉയർന്ന ചിലവും ശബ്ദവും കാരണം പല സാധാരണ സിനിമകൾക്കും ഇത് താങ്ങാൻ കഴിയുമായിരുന്നു.
സാധ്യമായിരുന്നില്ല. ഇതിന് പരിഹാരമായിട്ടാണ് ഐമാക്സ് ഡിജിറ്റൽ ക്യാമറകൾ വികസിപ്പിക്കുന്നത്. അവർ പ്രശസ്ത ഡിജിറ്റൽ ക്യാമറ നിർമ്മാതാക്കളായ ആരി, റെഡ്, സോണി എന്നിവയുമായി കൈകോർത്തു. അങ്ങനെയാണ് ഫിലിം ഫോർ ഐമാക്സ് എന്ന പുതിയ ഡിജിറ്റൽ പ്രോഗ്രാം നിലവിൽ വരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ആരി അലക്സ LF, അലക്സ മിനി LF, സോണി വെനീസ്, റെഡ്മി റാപ്റ്റർ തുടങ്ങിയ അൾട്രാ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ ക്യാമറകളെ ഐമാക്സ് അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കായി സർട്ടിഫിക്കറ്റ് ചെയ്യുകയും സോഫ്റ്റ്വെയർ കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്തു. ഈ ഡിജിറ്റൽ ക്യാമറകൾക്ക് ഭാരം വളരെ കുറവാണ്, ശബ്ദം ഒട്ടുമില്ല. ആക്ഷൻ രംഗങ്ങളിലും ഹാൻഡ് ഹെൽഡ് സീനുകളിലും അതുപോലെ തന്നെ ഡ്രോണുകളിൽ കെട്ടിവെച്ചും ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കാം. ജോ പാരറ്റ്, ആന്റണി റൂസോ സഹോദരന്മാർ അതുപോലെ തന്നെ അവഞ്ചേഴ്സ് സിനിമകളിൽ പൂർണ്ണമായും ഐമാക്സ് ഡിജിറ്റൽ ക്യാമറകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ചരിത്രത്തിൽ ആദ്യമായി ഒരു സിനിമ പൂർണ്ണമായും ഐമാക്സ് സർട്ടിഫൈഡ് ഡിജിറ്റൽ ക്യാമറകളിൽ ഷൂട്ട് ചെയ്യപ്പെട്ടു. ഇത് സിനിമകളുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കാനും കൂടുതൽ സംവിധായകർക്ക് ഐമാക്സ് സാങ്കേതികവിദ്യ പ്രാപ്യമാകാനും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി ഉയരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഡിജിറ്റൽ ക്യാമറകൾ ഇത്രയും പുരോഗമിച്ചിട്ടും യഥാർത്ഥ ഐമാക്സ് 70mm ഫിലിം ക്യാമറകളുടെ മൂല്യം കുറഞ്ഞു? ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഓരോ ഡിജിറ്റൽ ക്യാമറ വരുമ്പോഴും യഥാർത്ഥ അനലോഗ് ഫിലിമിന്റെ സൗന്ദര്യത്തെ അത് അതിജീവിക്കുന്നില്ല എന്നതാണ് സത്യം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്ക് ഏകദേശം 4K അല്ലെങ്കിൽ 8K റെസൊല്യൂഷൻ മാത്രം നൽകുമ്പോൾ ഒരു യഥാർത്ഥ ഐമാക്സ് 70mm ഫിലിം പ്രൊജക്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന റെസൊല്യൂഷൻ എത്രയാണെന്ന് അറിയാമോ? അത് ഏകദേശം 80K ആണ്. ഇന്നത്തെ ഒരു ഡിജിറ്റൽ ക്യാമറകൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ക്ലാരിറ്റിയാണത്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു 2023 നമ്മൾ കണ്ടത് ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ. നോളൻ ആ സിനിമയിൽ ഒരു പുതിയ ചരിത്രമാണ് കുറിച്ചത്. ഐമാക്സ് ചരിത്രത്തിൽ ആദ്യമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് 70mm ഫിലിം വികസിപ്പിക്കാൻ അദ്ദേഹം ഐമാക്സ് കമ്പനിയോട് ആവശ്യപ്പെട്ടു. ഐമാക്സ് നിർമ്മാതാക്കളായ കൊഡാക്കുമായി ചേർന്ന് ആദ്യമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഐമാക്സ് ഫിലിം റോൾ അങ്ങനെ നിർമ്മിക്കപ്പെട്ടു. ഓപ്പൺഹൈമർ തിയേറ്ററുകളിൽ വലിയ തരംഗമായി മാറി. ആളുകൾ 70mm ഐമാക്സ് പ്രിന്റുകൾ കാണാൻ വേണ്ടി മാത്രം മൈലുകൾ യാത്ര ചെയ്ത് തിയേറ്ററുകളിലെത്തി. ഇത് സത്യത്തിൽ ഐമാക്സ് കമ്പനിയുടെ കണ്ണ് തുറപ്പിച്ചു. അനലോഗ് ഫിലിം ക്യാമറകൾക്ക് ഇന്നും വലിയൊരു വിപണിയുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അടുത്തിടെ ഐമാക്സ് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അവർ തങ്ങളുടെ പരമ്പരാഗത ഫിലിം ക്യാമറകളെ പൂർണ്ണമായും റെനോവേറ്റ് ചെയ്യുകയാണ്. പുതിയ തലമുറയിലെ നെക്സ്റ്റ് ജെൻ 70mm ഫിലിം ക്യാമറാസ്. ഈ പുതിയ ക്യാമറകളിൽ കാർബൺ ഫൈബർ ബോഡി ഉള്ളതിനാൽ ഭാരം വളരെ കുറവായിരിക്കും. ക്യാമറയുടെ ശബ്ദം പൂർണ്ണമായും കുറയ്ക്കാനുള്ള ക്വയറ്റർ മെക്കാനിക്സ് ഇനി ആഡ് ചെയ്യും. സംവിധായകർക്ക് തത്സമയം ദൃശ്യങ്ങൾ കാണാൻ പുതിയ ഡിജിറ്റൽ വ്യൂ ഫൈൻഡറുകൾ ഉണ്ടാക്കും. അതായത് സിനിമാ സാങ്കേതികവിദ്യ എത്ര വളർന്നാലും ഐമാക്സ് ഫിലിം ക്യാമറകളുടെ രാജകീയമായ സ്ഥാനം ഒരിക്കലും താഴ്ന്നു പോകില്ലെന്ന് ഇത് തെളിയിക്കുന്നു. 1967 കാനഡയിലെ 3 ചലച്ചിത്ര പ്രേമികളുടെ ചെറിയൊരു സ്വപ്നത്തിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങിയത്. അവിടുന്ന് ഒസാക്ക എക്സ്പോയിലൂടെ ബഹിരാകാശത്തിന്റെ അനന്തതയിലൂടെ ഹോളിവുഡിന്റെ ആക്ഷൻ ബ്ലോക്ക് ബസ്റ്ററുകളിലൂടെ സഞ്ചരിച്ച് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ദൃശ്യാനുഭവമായി ഐമാക്സ് ക്യാമറകൾ മാറി നിൽക്കുന്നു. ഇനി നിങ്ങളൊരു തിയേറ്ററിൽ പോയി ഐമാക്സ് സ്ക്രീനിൽ ഒരു സിനിമ കാണുമ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്ന കൂറ്റൻ ദൃശ്യങ്ങൾക്ക് പിന്നിൽ അരനൂറ്റാണ്ടിലേറെ നീണ്ട മനുഷ്യന്റെ അധ്വാനമുണ്ട്, ശാസ്ത്രീയമായ കണ്ടെത്തലുകളുണ്ട്, സിനിമയോടുള്ള അടങ്ങാത്ത പ്രണയമുണ്ട്. മറ്റൊരു ക്യൂരിയസ് സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.